ഇലാഹിയായ നൂറ് കൊണ്ട് മനസ്സിന് അള്ളാഹു വിശാലമാക്കി തരിക. അങ്ങനെയാകുമ്പോ മുന്നിൽ വരുന്ന അക്രമിയെ ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് വരുന്ന ആളെ തിരുത്താനുള്ള മാനസിക വിശാലത ഉണ്ടാകും. അയാളെ തിരുത്തണം, അതേ നാണയത്തിൽ പ്രതിരോധിക്കാതെ തിരുത്തണം. മുന്നിൽ വന്ന് കള്ളം പറയുന്നവനെ വിമർശിക്കാതെ നന്നാക്കിയെടുക്കണം. വളരെ കാലമായിട്ട് വാക്ക് തർക്കത്തിലിരിക്കുന്ന കലഹത്തിലിരിക്കുന്നവരെ രണ്ടു കൂട്ടരെയും സ്നേഹിച്ച് ഒരുമിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇലാഹിയായ നൂറ് അതാർക്കൊണ്ട് പറയാൻ പറ്റുക? എത്രയാണ് അവിടുത്തെ മനസ്സിനെ വിശാലമാക്കി കൊടുത്തത്? ഈ വിശാലത കൊണ്ടല്ലേ ഏത് അക്രമിയെയും തങ്ങൾ വിട്ടുവീഴ്ച മനോഭാവം നൽകി സ്വീകരിച്ചത്. ഏത് ആക്രമിക്കാൻ വരുന്ന ആളെയും അനുയായികളായ ആളുകൾ സ്വഹാബ അവരെ പോലെയല്ലല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമനസ്. സ്വഹാബത്ത് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോ അതിൻ്റെ അപ്പുറം വായിച്ച് ശിക്ഷയെക്കാളും നല്ലത് വിട്ടുവീഴ്ച നൽകലാണ്. എന്നാൽ ഇവിടെ അതുകൊണ്ട് കിട്ടുന്ന ഗുണഫലം ചെറുതല്ല. ഇന്നേക്ക് മാത്രമാകൂല, നാളേക്ക് മാത്രമാകൂല, ഒരു വ്യക്തിയിൽ ഒതുങ്ങൂല, ഒരു കുടുംബത്തിൽ ഒതുങ്ങൂല, ഒരു ഗ്രാമത്തിൽ ഒതുങ്ങുകയില്ല. വളർന്നു വരുന്നൊരു സമൂഹത്തിന് മൊത്തം ഇത് ഉപകാരപ്പെടുമെന്ന് വായിച്ചറിഞ്ഞ് അതേ പ്രതിരോധവുമായി മുന്നിൽ വന്ന ആൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ ശർഹ് സ്വദർ എത്ര വലുതാണ്! ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഞാനത് വിശദമായി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശർഹ് സ്വദർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ അറ്റങ്ങേയറ്റം വിശദീകരിച്ച് തീർക്കാൻ നമുക്ക് കഴിയില്ല. ഈ വിശാല മനസ്കതയെ പറ്റി രണ്ടഭിപ്രായങ്ങളാണ് മൊത്തത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത്. അലം നശ്റഹ് ലക സ്വദറക്. ഈ മൂന്ന് ഗുണങ്ങളിലും നമ്മൾ ഒരു വാക്ക് പ്രത്യേകം ടച്ച് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. തങ്ങൾക്ക് എന്നുള്ള പ്രത്യേകത സൂചിപ്പിക്കുന്ന പദങ്ങൾ ഈ മൂന്ന് സിഫത്തുകളിലുണ്ട്. നേരത്തെ ഓതിയ 4 ആയത്തുകളിലുണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും തന്നതുപോലെ എന്നല്ല. അലം നശ്റഹ് ലക, തങ്ങൾക്ക് നാം വിശാലമാക്കി തന്നിട്ടില്ലേ? അത് മറ്റാർക്കും തന്നതുപോലെയല്ല, മറ്റാർക്കും നമ്മൾ കൊടുത്തതുപോലെയോ അല്ല. അലം നശ്റഹ് ലക സ്വദറക്, അതങ്ങനെ വിശദീകരിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. നേരിട്ട് തങ്ങളോട് പറഞ്ഞ സംബോധന ചെയ്തതിൽ തങ്ങൾക്ക് മാത്രം കൊടുത്ത ഒരു പ്രത്യേകതയാണെന്ന് പഠിപ്പിക്കലുണ്ട്. എല്ലാവർക്കും മാനസിക വിശാലത ഉണ്ട്, എല്ലാവർക്കും കൊടുത്തതുപോലെയല്ല. അപ്പൊ ഈ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വത്തിന്റെ വലുപ്പവും വിശാലതയും വെളിച്ചവും മനസ്സിലാക്കണം. അലം നശ്റഹ് ലക്, തങ്ങൾക്ക് നാം വിശാലത തന്നത് സെപ്പറേറ്റ് ആണ്, അത് മറ്റാർക്കും കൊടുത്തതുപോലെയല്ല. നമുക്കൊക്കെ വിശാലത ഉണ്ട്, മാനസിക വിശാലത ഉണ്ട്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതുപോലെ ലോകത്തൊരു കുട്ടിക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ഞാൻ അടുത്ത ആയത്തെടുത്ത് നോക്കി, അവിടെ അതാ പറയുന്നത് തങ്ങളിൽ നിന്ന് നമ്മൾ താഴ്ത്തിക്കളഞ്ഞു, തങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റിക്കളഞ്ഞു. ഒക്കെ നേരിട്ടാണല്ലോ പറയുന്നത്. അല്ലദീ അൻഖള ലഹ്റക്, അവിടുത്തെ മുതുവിനെ ഒടിക്കും വിധം, വളച്ചൊടിക്കും വിധം ഭാരമാകുന്ന വലിയൊരു ഭാരത്തെ തങ്ങളിൽ നിന്ന് നമ്മൾ താഴ്ത്തിക്കളഞ്ഞു, തങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ചു. അങ്ങേക്ക് അങ്ങനത്തൊരു ഭാരം നമ്മൾ തന്നിട്ടില്ല. അടുത്തതും നോക്ക്, വറഫഅനാ ലക ദിക്റക്, അങ്ങേക്ക് നബിയെ നമ്മൾ പ്രകീർത്തനം ഉയർത്തി തന്നിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക്, അങ്ങേക്ക് നാം പ്രകീർത്തനത്തെ ഉയർത്തിയിരിക്കുന്നു. നമ്മൾ ഉയർത്തിയ പ്രകീർത്തനം താഴ്ത്താൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല. കാരണം ഉയർത്തിയവൻ യജമാനനായ റബ്ബാണ്. അതായത്ത് വരുമ്പോ നമുക്ക് വിശദമായി പറയാം. അവിടെ നന്നായി തഫ്സീർ വായിച്ചു പറയാം. ഇവിടെ ഞാൻ 4 ആയത്തും പറഞ്ഞപ്പോ 4 ആയത്തിലും ഒരു വിഷയം മനസ്സിലാക്കണം.
ഈ 4 ആയത്തിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പ്രത്യേകതകളാണ് അള്ളാഹു നേരിട്ട് തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മെ പഠിപ്പിക്കുന്നത്. തങ്ങൾക്ക് അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയില്ലേ എന്ന് തങ്ങൾക്ക് അള്ളാഹു മനസ്സിന് വലിയ സമാധാനം നൽകിയിട്ട് ലോകത്താരി എന്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും എന്താണ് ശർഹു സ്വദറുണ്ടോ? ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, ഇവിടെ ഒന്നും വരാനില്ല. ആ ശർഹു സ്വദർ മുഅ്മിനീങ്ങളെ നമുക്കൊക്കെ ലഭിക്കും, നമുക്കൊക്കെ അള്ളാഹു തരും എന്നതിന്റെ ഹദീസാ നേരത്തെ ഞാൻ വായിച്ചത്. അള്ളാഹു നമുക്ക് തേറ്റിത്തരട്ടെ. ഉണ്ടെങ്കിൽ അതിന് അടയാളമുണ്ടോ? അടയാളമുണ്ട്. ജീവിച്ചിരിക്കുന്ന നമ്മളിൽ അത് ഉണ്ടോ ഇല്ലേ എന്ന് ജനങ്ങൾക്ക് നോക്കാൻ പറ്റും വിധം അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സമന്വയിപ്പിച്ച് ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ സമന്വയിപ്പിച്ച് ജീവിച്ച, അങ്ങനെ കൂട്ടിച്ചേർത്ത് ജീവിച്ച വിശാലത മനസ്കതയുടെ ഒരുപാട് മഹത്തുക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലും ഉണ്ടാകാം. അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ മനസ്സിനെ നാം വിശാലമാക്കി തന്നില്ലയോ? സർഹു സദ്ർ എന്ന വാക്ക് വിശദീകരിച്ചപ്പോ 2 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒന്ന്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് മറ്റു ചില മലക്കുകളുമായി അവിടുത്തെ 4-ാമത്തെ വയസ്സ് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മറ്റു മലക്കുകളുടെ നേതൃത്വത്തിൽ വന്നിട്ട് ശഖ്ഖു സ്വദർ നടത്തി. അഥവാ അവിടുത്തെ സ്വദറിന്റെ ഭാഗം ഒന്ന് കീറി. അതൊരു പ്രത്യേക കീറലാണ്. കീറി എന്ന് പറയുമ്പോ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കീറലാണെന്ന് മനസ്സിലാക്കരുത്. കാരണം മലക്കുകളാണല്ലോ പ്രക്രിയ നടത്തുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരിക്കും ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയും ഭർത്താവും വന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ തങ്ങളെ മയക്കിക്കിടത്തിയിട്ട് ഉറക്കിക്കിടത്തിയിട്ട് എന്തെങ്കിലും ചെയ്തതല്ല, ശരിക്ക് കൃത്യമായതിന്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. കുറച്ച് ശുഭ്രവസ്ത്രധാരികളായ ആളുകൾ വന്നു, എന്നൊരു ഭാഗത്തേക്ക് പിടിച്ചവര് കിടത്തി. എന്നിട്ട് ഇവിടം മുതൽ ഇവിടം വരെ കൃത്യമായതിന്റെ എൻഡ് പറഞ്ഞു കൊടുത്തവർ തുറന്നു, ഓപ്പൺ ചെയ്ത് ഉള്ളിൽ നിന്ന് ചിലതൊക്കെ എടുത്തവർ പുറത്താക്കി. എന്നിട്ടവിടെ ഈമാനും ഹിക്മത്തും കൊണ്ട് നിറച്ചു വെച്ചു. ഇത് ഒരു തവണയല്ല, മറ്റൊരു തവണ ഉണ്ടായിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാകുമ്പോൾ മറ്റൊരു തവണ ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്രായിന്റെ യാത്രക്ക് മുമ്പാണ്. അല്ല, 4-ാമത്തൊരു തവണ വേറെയും ഉണ്ട്, പ്രായപൂർത്തി എത്തുന്ന സമയത്ത് എന്ന് റിപ്പോർട്ട് ചെയ്തവരും ഉണ്ട്. ഇരിക്കട്ടെ, ഈ ശഖ്ഖു സ്വദർ ശർഹു സ്വദറിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയ അനുഗ്രഹമാണ്. അതെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുഗ്രഹമാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടുള്ളത് ശർഹു സ്വദർ എന്നാൽ മാ യർജിഉ ഇലൽ മഅരിഫത്തി വത്ത്വാഅ, അവിടുത്തെ മനസ്സിന് അല്ലാഹു നൽകിയ ജ്ഞാനം എത്രമാത്രം വലിയ മഅരിഫത്താണ് തങ്ങളുടെ മാനസിക വിശാലതക്ക് അല്ലാഹു നൽകിയത്. അവിടുത്തെ അറിവ് സമ്മതിച്ചില്ലേ? ആ അറിവ് സമ്മതിച്ചത് കൊണ്ടല്ലേ ആ വിശാല മനസ്സിൽ നിന്ന് പുറത്തേക്ക് പ്രതിഫലിച്ച അറിവ് സമ്മതിച്ചുകൊണ്ടല്ലേ വളരെ വലിയ ധിക്കാരികളും തങ്ങളെ മുന്നിൽ അവരുടെ ആയുധം വെച്ച് കീഴടങ്ങിയത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നേരിട്ടത് ആ വലിയ ജ്ഞാനം കൊണ്ടാണ്, അനുസരണവുമാൻ. തങ്ങൾക്ക് അല്ലാഹു നൽകിയ മാനസിക വിശാലതക്ക് കാരണമായി നൽകിയ മഅരിഫത്തില്ലേ, അറിവില്ലേ, ആ അറിവ് കൊണ്ട് എല്ലാ ആളുകളെയും, മനുഷ്യരെയും ജിന്നുകളെയും സർവ മനുഷ്യന്മാരെയും വാഗ്വാദത്തിന് വരുന്നവരെയും അല്ലാത്തവരെയും മുഴുവൻ ആളുകളെയും സ്വീകരിച്ച് അവർക്കൊക്കെ വേണ്ടതൊക്കെ കൊടുക്കാൻ അവിടുത്തെ മനസ്സിന് അല്ലാഹു പാകപ്പെടുത്തി. ആ മനസ്സിൽ നിന്ന് ടെൻഷനുകൾ അല്ലാഹു പൂർണ്ണമായും നീക്കിവെച്ചു. ഇമാം റാസി റളിയല്ലാഹുവിന്റെ തഫ്സീറാ ഞാൻ വായിക്കുന്നത്, ബി അൻ അഖ്റജ അൻ ഖൽബിഹി ജമീഅൽ ഹുമൂം. ടെൻഷനുകൾ അവിടുത്തെ മനസ്സിനില്ല. അവിടുത്തെ മനസ്സിനാകെ ഒരൊറ്റ ഹമ്മേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് കൽപ്പിച്ച റിസാലത്തും നുബുവത്തുമില്ലേ, അത് വിശദീകരിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലുമുള്ള ഹമ്മ.
അള്ളാഹു ഏൽപ്പിച്ച ആ ഒരു വിഷയം കൈമാറുന്നതിലുള്ള ഒരു വിഷയം, അത് മനസ്സിരുത്തിയിട്ട് തങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ മനസ്സിനെ കുടുംബത്തിന്റെ ചെലവ്, മക്കളെ ചെലവ്, ആ ടെൻഷൻ തങ്ങളെ മനസ്സിൽ വരുന്നില്ല. ശല്യക്കാര് ശല്യവുമായിട്ട് വരുമ്പോ അവരെന്നെ ശല്യം ചെയ്തല്ലോ എന്നൊരു മനോവേദനയില്ല. അതുകൊണ്ടാണ് വളരെ കടുത്ത ശല്യം സഖീഫ് ഗോത്രക്കാരിൽ നിന്ന് കിട്ടിയിട്ടും അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമിഹി ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തവരാണ്, നീ അവർക്ക് മാപ്പ് കൊടുക്കണം, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണം അവിടുന്ന് പ്രാർത്ഥിച്ചത്. അതേ, അവരിലേക്ക് പോകാനോ തങ്ങൾക്ക് മടിയില്ല, അവരെ ഉപദേശിക്കാനോ തങ്ങൾക്ക് ഖൗഫില്ല. പേടികൊണ്ട് തങ്ങൾ ആരോടെങ്കിലും പോയി പറയാതിരിക്കുമോ? ഇല്ല. ആരോടും അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം പോയി പറയുന്നതിൽ അവിടുത്തെ ശർഹ് സ്വദർ വിശാലമാണ്. ആ അറിവ് കൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞ് തടവുകാരോടൊക്കെ മോചനദ്രവ്യം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഉപ്പാന്റെ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും തടവുകാരിൽപ്പെട്ട ഒരാളാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഖുറൈശികള് നിർബന്ധിച്ച് നിങ്ങൾ കാരണവരാണ്, പോരണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാ ബദറിലേക്ക്. ഞാൻ പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ല, നിങ്ങൾ വരണം, നിങ്ങൾ നേതൃസ്ഥാനത്ത് നിൽക്കാനെങ്കിലും വരണം, ഇതൊന്നും ചെയ്യണ്ട. കാരണം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു അനുകമ്പയും സ്നേഹമുണ്ട്. പക്ഷെ ഇവരിങ്ങനെ നിർബന്ധിക്കുമ്പോൾ പോകാതിരുന്നാ പറ്റൂലല്ലോ, മക്കത്തല്ലേ താമസിക്കുന്ന പോയി. തടവുകാരിൽ പിടിക്കപ്പെട്ടു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോടും തങ്ങൾ പറഞ്ഞു മോചനദ്രവ്യം വേണം. അബ്ബാസ് എന്നവർ പറഞ്ഞു എൻ്റെ കയ്യിൽ തരാൻ കാശൊന്നുമില്ല, ഞാൻ വളരെ പാവപ്പെട്ട ആളാണ്. ഇത് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അള്ളാഹു നൽകിയ മാരിഫത്ത്, വിശാല മനസ്കതയ്ക്ക് അള്ളാഹു നൽകിയ അറിവ്, ആ അറിവ് വെച്ച് തങ്ങൾ പ്രതിരോധിക്കുകയാണ്. അല്ല അബ്ബാസ്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഈ വിഷയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് വീട്ടിന്റെ ഉള്ളിൽ ഒരു അറയുണ്ടാക്കി അതിൽ ഒളിപ്പിച്ചു വെച്ച സ്വത്തെവിടെ അബ്ബാസ്? അതങ്ങ് ചോദിച്ചപ്പോൾ അബ്ബാസ് എന്നവർ പറഞ്ഞു ഹഖൻ ഇന്നക റസൂലുള്ളാഹ്, ഉറപ്പിച്ച് ഞാൻ പറയട്ടെ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്, എനിക്ക് സംശയമല്ല. കാരണം ഇങ്ങനൊരു വിഷയം തങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നെ അറിയിച്ചെന്നതാണ്. ഞാനും എൻ്റെ ഭാര്യ അല്ലാത്ത മറ്റൊരു കുട്ടിയും ഇതറിയില്ല, മക്കൾ പോലും അറിയില്ല. വീട്ടിന്റെ ഉള്ളിൽ അറയുണ്ടാക്കിയിട്ട് അതിൽ സമ്പത്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് കാണുന്നിടത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ സമ്പത്തില്ല എന്ന് പറഞ്ഞില്ലേ അബ്ബാസ്? നിങ്ങൾ സമ്പത്തില്ലേ നിങ്ങൾക്ക്? അത് പറഞ്ഞപ്പോ നിങ്ങൾ നോക്ക്, ഈ മനസ്സിൽ നിന്ന് നൽകുന്ന ഈ മാരിഫത്ത് കൊണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സ് വിശാലമായി. വിശുദ്ധ ഇസ്ലാമിലേക്ക് ആ മനസ്സിൽ ഒരു നൂറിട്ട് കൊടുക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാല മനസ്കത കൊണ്ട് കഴിഞ്ഞു. അവിടെ തങ്ങൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ എതിർത്തില്ല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തങ്ങ് പങ്കുവെച്ചപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ സംശയിച്ച് നിൽക്കുന്ന മുഴുവൻ മേഖലകളും തുടച്ചു നീങ്ങിയിട്ട് ഷഹാദത്തിന്റെ പ്രകാശം ആ മനസ്സിൽ ഉദിക്കുകയുണ്ടായി. ഇതല്ലാഹു അവിടത്തേക്ക് നൽകിയ മാനസിക വിശാലതയാണ്, അറിവാണ് സഹോദരന്മാരെ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട അറിവിന് കയ്യും കണക്കുമില്ലല്ലോ. ഇങ്ങനെ തന്നെയല്ലേ ബാക്കിയുള്ള ആളുകൾ മുഴുവനും തങ്ങൾ പ്രതിരോധിച്ചത്. ഏറ്റവും വലിയ ശത്രുവായിരുന്നില്ലേ ഉമൈർ ബിൻ വഹബ്? ബദർ യുദ്ധത്തിലൊക്കെ ധീരധീരം പോരാടിയിട്ട് തടവുകാരിലൊന്നും പെടാതെ പിടുത്തം കൊടുക്കാതെ ഒരുപാട് ശത്രുത ചെയ്തിട്ട് മക്കത്തേക്ക് തിരിച്ചെത്തിയ ഉമൈർ ബിൻ വഹബ് മക്കയിലെത്തി നോക്കുമ്പോൾ നേതാക്കളൊന്നുമില്ല. കാരണം ഒരുപാട് എണ്ണിക്കണക്കാക്കുന്ന നേതാക്കൾ അബൂജഹല്, ഉത്ബത്ത്, ശൈബത്ത്, വലീദ് തുടങ്ങി വലിയ വലിയ നേതാക്കൾ മുഴുവനും പോയിട്ടുണ്ട്. കഅബയുടെ മുറ്റത്തിരിക്കുന്ന തിണ്ണയിൽ ഏറ്റവും ചുരുങ്ങിയത് 10-25 നേതാക്കൾ ഇരിക്കാറുണ്ടെന്നും രാവിലെ. പക്ഷേ ഇപ്പൊ പോയി നോക്കുമ്പോൾ അതൊക്കെ ശൂന്യമാണ്. അവിടെ ഇരിക്കാൻ വന്ന ഒരാൾ അബൂ സുഫിയാനും അതുപോലെ തന്നെ ചില്ലറ ആളുകളുമാണ്.
കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കൂട്ടുകാരനായ സഫ്വാൻ ഇബ്നു ഉമയ്യയോട് വിഷയം പങ്കുവെക്കുമ്പോൾ ഉമൈർ ഇബ്നു വഹ്ബ് പറഞ്ഞു, ചില്ലറ കടവും ഭാര്യ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മദീനയിൽ പോയി ആ നേതാവിന്റെ തലയെടുത്ത് വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ആ ചാൻസ് മുതലാക്കിയിട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞു, നീ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ലെങ്കിൽ ഒരുങ്ങിക്കോ, കടം ഞാൻ ഏറ്റെടുത്തു, റെഡി, ഞാൻ വീട്ടിക്കോളാം, സ്വത്തൊക്കെ എനിക്കുണ്ടല്ലോ, ഭാര്യ മക്കളല്ലേ, ഞാൻ ചെലവ് നോക്കി പോറ്റിക്കോളാം, പ്രശ്നം നോക്കണ്ട, തിരിച്ചു വരാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാനതൊക്കെ ഏറ്റെടുത്തു, റെഡിയാണെന്ന് വെച്ചു. റെഡിയാണെന്നോ അപ്പറഞ്ഞ പറച്ചിലിൽ ഉമൈർ ഇബ്നു വഹ്ബ് ഒരുങ്ങി. ഏറ്റവും നല്ല മൂർച്ചയുള്ള വാളുകൊണ്ട് വിഷത്തിലൂട്ടിയ വാളൊന്ന് ഉറയിൽ നിന്ന് എടുത്താൽ തന്നെ എല്ലാവർക്കും കണ്ടാ തിരിയും. അതൊരു സാധാ വാളല്ല. വിഷത്തിലൂട്ടിയ വാളുമായിട്ട് വാഹനപ്പുറത്ത് കയറി മദീനയിലേക്ക് നീങ്ങി. എന്താ ലക്ഷ്യം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുത്ത് വരണം, എന്നിട്ട് സഫ്വാനെയും കൂട്ടരെയും സന്തോഷിപ്പിക്കണം, എന്നിട്ട് മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാകണമെന്ന് കരുതിയാ പോകുന്നത്. മദീനയിലെത്തുമ്പോ ആദ്യമായിട്ട് ഉമൈർ ഇബ്നു വഹ്ബിനെ കാണുന്നത് മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തൊക്കെ ഇരുന്നിട്ട് അള്ളാഹു ബദറിൽ തന്ന സഹായത്തെക്കുറിച്ച് ഒരവലോകന യോഗം നടക്കുകയാണ് അവിടെ. ബദറിൽ അള്ളാഹു ചെയ്ത സഹായം അതവരനുഭവിച്ചതല്ലേ, ലോകത്ത് തുല്യതയില്ലല്ലോ ആ സഹായത്തിന്. ഏതെങ്കിലും ഒരു നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ സഹായം ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്നല്ലേ ഖുർആൻ പറയുന്നത്. മുൻഗാമികളൊക്കെ അല്ലാഹു ശിക്ഷിച്ചതിന്റെ രൂപം അല്ലാഹു തആല പറയുന്നുണ്ട്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുംദിൻ മിനസ് സമാഅ് വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാരെയും നരനായാട്ട് നടത്തിയിട്ട് വലിച്ചിയച്ച് കല്ലെടുത്ത് എറിഞ്ഞ് ചവിട്ടിക്കുടൽമാല പുറത്തെടുത്തിട്ട് വളരെയധികം ദയനീയമായ രൂപത്തിൽ കൊല്ലാകൊല നടത്തിയ അന്ത്വാക്കിയയിലെ ജനങ്ങൾ, ആ ജനതക്കെതിരെ നമ്മൾ മേൽഭാഗത്തുനിന്നൊരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി. ഹബീബുൻ നജ്ജാർ തങ്ങൾ വഫാത്തായ ശേഷം അവരെ ശിക്ഷിക്കാൻ മുകൾ ഭാഗത്തു നിന്നൊരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ ഇറക്കുന്നൊരു പതിവും നമുക്കില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹു അവരെ നശിപ്പിച്ചത്? ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. ഒരൊറ്റ അട്ടഹാസം മാത്രമേ നടന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവരെ നാടിന്റെ ഒരു അറ്റത്തിൽ നിന്നൊരു അട്ടഹാസം നടത്തി. ഒന്ന് സ്വൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. അപ്പോഴേക്ക് അവർ നിശ്ചലരായി പോയി. ഖമദ എന്ന് പറഞ്ഞാൽ തീ കെട്ടു എന്നതിനാ ഖമദ എന്ന് പറയാ. വെള്ളം പാർന്നിട്ടോ മറ്റോ തീ പെട്ടെന്ന് അണഞ്ഞു പോകുന്നതിനാ ഖമദ എന്ന് പറയാ. ഖമദ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചതിന്റെ പിന്നിലെ താല്പര്യം ശിക്ഷ വന്നപ്പോഴേക്ക്, അട്ടഹാസം വന്നപ്പോഴേക്ക് ഒന്നെണീറ്റ് നടക്കാനോ ഒരഭിപ്രായം ചോദിക്കാനോ തൗബ ചെയ്യാനോ ഒരു വാക്ക് പറയാനോ ഒന്നിനും അല്ലാഹു ചാൻസ് കൊടുത്തിട്ടില്ല. ഫഇദാഹും ഖാമിദൂൻ. ഉടനടി അവർ കെട്ടുപോയി, നിശ്ചലരായി പോയി. ഇതാണ് അള്ളാഹുവിന്റെ പതിവ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കൊണ്ട് ഒരുപാട് പേര് അല്ലാഹു തആല അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട്, അല്ലെങ്കിൽ വെള്ളം ജലപ്രളയം ഉണ്ടാക്കിയിട്ട്, ഇങ്ങനെ, അല്ലെങ്കിൽ മേഘത്തിൽ നിന്ന് തുരുതുരാ ശിക്ഷ ഇറക്കിയിട്ട്. പക്ഷേ മലക്കുകളെ ഇറക്കി കൊടുത്തിട്ട് അല്ലാഹു തആല സഹായിച്ചത് അവന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയുമാണ്. അപ്പൊ അവരാ കിട്ടിയ അനുഗ്രഹത്തെ പറ്റി അവരിങ്ങനെ ചർച്ച ചെയ്യാൻ വല്ലാത്തൊരു സന്തോഷമല്ലേ കിട്ടിയത്. മലക്കുകൾ അല്ലാഹു ഇറക്കി തന്നു എന്ന് പറഞ്ഞാൽ ചെറിയ സന്തോഷാണോ? അവരനുഭവിച്ചതല്ലേ അത്. വലത്തും ഇടത്തൊക്കെ നിൽക്കുന്ന ആളുകൾ പരിചയമില്ലാത്ത മുഖങ്ങളെ കണ്ടിട്ട് ആരൊക്കെയാണ് ഈ നിൽക്കുന്നത്, എന്തൊരു സഹായമാണ് ഈ കിട്ടിയത്, വല്ലാത്തൊരു സഹായം അനുഭവിച്ചതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് നല്ല ഒട്ടകപ്പുറത്ത് വിഷത്തിലൂട്ടിയ വാളുമായിട്ട് ഒരാൾ ഇങ്ങനെ വരുന്നു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ജാഅദുല്ലാഹ്,
അള്ളാഹുവിന്റെ ശത്രു ഇതാ വന്നിരിക്കുന്നു. ഒറ്റച്ചാട്ടം പള്ളിന്റെ പുറത്തേക്ക്, പള്ളിയുടെ പുറത്തേക്ക് എടുത്ത് ചാടി. സ്വഹാബത്ത് മുഴുവനും എഴുന്നേറ്റു ഉമർ റളിയല്ലാഹുവിന്റെ പിന്നിൽ. ഉമർ റളിയല്ലാഹുവിനെ പെട്ടെന്ന് പോയി നോക്കുമ്പോ വാഹനം നിർത്തിയിട്ട് ഉമൈർ ഇബ്നു വഹ്ബ് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുമുറ്റത്താണ്. ആ വീട്ടിലേക്കാ വരുന്നത് എന്ന് ഉമർ റളിയല്ലാഹുവിന് മനസ്സിലായി. ഉമർ റളിയല്ലാഹു നേരെ പോയിട്ട് രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അവിടെ തടസ്സം ചെയ്തു നിന്നു, ബ്ലോക്ക് ചെയ്തു നിന്നു. രണ്ട് കൈ ഇങ്ങനെ വെച്ചു, ഉള്ളിലേക്ക് കടത്തി വിടാത്ത രൂപത്തിൽ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു നിർത്തം നോക്കുന്നു. എന്താണ് ഉമറേ, എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? അള്ളാഹുവിന്റെ ശത്രുവായ ഉമൈർ ഇബ്നു വഹ്ബ് വിശത്തിലൂട്ടിയ വാളുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വിശാല മനസ്കത, അതൊന്ന് ശരിയാക്കിയേക്ക് എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ. എത്ര സ്വഹാബയുണ്ട് അവിടെ. പക്ഷെ അതിനേക്കാളും വലിയ ശർഹു സദ്ർ, ആ വന്ന ശത്രുവിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ്. ആ വരുന്ന ശത്രു എന്തായിട്ടാ വരുന്നത്, എന്താണ് ആ ശത്രുവിന്റെ ലക്ഷ്യം, എങ്ങനെയാണ് ആ ശത്രുവിനെ നന്നാക്കേണ്ടത്, എന്താണ് അതിനൊക്കെ ഉള്ള പഴുത്, അള്ളാഹു തന്ന ഇൽമ് അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്രതികാരത്തിന്റെ പ്രതിധ്വനിയല്ല. അങ്ങനെയാണെങ്കിൽ അന്ന് നിൽക്കുന്ന ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞാൽ മതി, നിങ്ങൾ എന്നെ ശരിയാക്കിയേക്കും. ഉടനടി ശരിയാക്കൂലേ? ഉമർ റളിയല്ലാഹുവിനെ മാറ്റി നിർത്തി. മാറി നിൽക്കൂ ഉമർ, ഉമൈർ അടുത്ത് വരട്ടെ. ഉദ്നു മിന്നീ യാ ഉമൈർ, ഉദ്നു മിന്നീ യാ ഉമൈർ, അടുത്തുവാ ഉമൈറെ, അടുത്തുവാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ മഹാനവർകൾ അടുത്ത് നിൽക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ടുപോകരുത്, നിങ്ങൾ ഈ വീട്ടിന്റെ പരിസരത്ത് അതിന്റെ ഉള്ളിലായിട്ട് നിങ്ങളുണ്ടാകണം. അവരെന്തെങ്കിലും ചെയ്ത് പറ്റിച്ചാലോ നമുക്കറിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കുറച്ചു പേരെ അവിടെ നിർത്തി. ഉമർ റളിയല്ലാഹു പോയി പതുക്കെ ഇങ്ങനെ നിൽക്കുന്ന വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഉമൈർ ഇബ്നു വഹ്ബിനെ വിളിക്കുന്നു. ഉദ്നു മിന്നീ, അടുത്തുവാ, അടുത്തുവാ. സ്വഹാബത്തൊക്കെ സാഗൂതം ശ്രവിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. വാളൂരി പിടിച്ചിട്ടാ പോകുന്നത്. വാളുമായിട്ട് വന്ന മനുഷ്യനെ ആ വാള് കൊണ്ടൊന്ന് തട്ടിത്തെറിപ്പിച്ചിട്ട് തിരിച്ചു മാറിടത്തിലേക്ക് കുത്താതെ, ആ വാള് തട്ടിത്തെറിപ്പിച്ച് കയ്യിൽ പിടിച്ച് ഭീഷണിപ്പെടുത്താതെ, ആ വാള് കൊണ്ട് ആ മനുഷ്യന്റെ ശിരച്ഛേദം നടത്താതെ, ആ മനുഷ്യനെ അള്ളാഹു നൽകിയ മാരിഫത്ത് കൊണ്ട്, വിശാലത കൊണ്ട് നന്നാക്കിയെടുക്കണം. തങ്ങൾ പുഞ്ചിരിയോടെ ചോദിക്കുന്നു, ഉമൈർ എന്തിനാ വന്നത്? ഉമൈർ ഇബ്നു വഹ്ബിനോട് ചോദിക്കാ, എന്തിനാ വന്നത്? ഉമൈർ ഇബ്നു വഹ്ബ് പറയുന്നു, ഒന്നിനുമല്ല, എന്റെ പുത്രൻ വഹ്ബുണ്ടല്ലോ, തടവുകാരിൽ വഹ്ബിനെ കൊണ്ടുപോകാൻ വന്നതാണ്, എന്റെ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി വന്നതാണ്. അല്ല ഉമൈർ, തുറന്നു പറയണം, എന്തിനാ വന്നത്? രണ്ടാമതും തങ്ങൾ ചോദിച്ചു, എന്തിനാ വന്നത്? അപ്പോഴും ഉമൈർ ഇബ്നു വഹ്ബ് പറഞ്ഞു, വന്നത് മകനെ കിട്ടാനാണ്. മൂന്നാമതും ചോദിച്ചു, പറയണം ഉമൈർ, എന്തിനാ വന്നത്? മകനെ കൊണ്ടുപോകാനാ വന്നത്. അപ്പൊ പിന്നെ തങ്ങൾ ചോദിച്ചു, അതിനെന്തിനാണ് വാള്, വാഹനം പോരെ? മകനെ കൊണ്ടുപോകാൻ പലരും വരാറുണ്ട്, വാളെടുത്തിട്ടോ ഉപകരണങ്ങൾ എടുത്തിട്ടോ ആരും വരാറില്ല. നിങ്ങൾ എന്തിനാ വാളെടുത്ത് വന്നത്? ഇതും സാധാ വാളല്ലല്ലോ. അപ്പോ ഉമൈർ ഇബ്നു വഹ്ബ് പറഞ്ഞു, വാളുകൊണ്ട് എന്ത് നടക്കാനാണ്? വാളുകൊണ്ട് വല്ലോ നടക്കണമെങ്കിൽ നിങ്ങളെ നേതാക്കൾക്ക് എത്ര വാളുണ്ടായിരുന്നു? കണക്കുണ്ടോ അതിന്? എത്ര പടയങ്കി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ? എത്ര എത്ര ആയുധങ്ങൾ ഉണ്ടായിരുന്നു? എത്ര ശേഖരണം നടത്തിയിട്ടാ മക്കയിൽ നിന്ന് അവർ വന്നത്? എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഇത് വെറുതെ പിടിച്ചതാ. അങ്ങനെ പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മളിവിടെ മനസ്സിലാക്കണം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഒരു മനുഷ്യനെ സത്യദർശനത്തിലേക്ക്, വിശ്വാസത്തിന്റെ ഈ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുവരുന്നത് ഒരിക്കലും ഭീഷണിയുടെ ഒരു സ്വരം കൊണ്ട് ഒരിക്കലും അങ്ങനെ നടത്തിയിട്ടില്ല. ലോകത്തങ്ങനെ തെളിക്കാൻ കഴിയൂല. നീ മുസ്ലിമായേ പറ്റൂ എന്ന് തങ്ങൾ പറഞ്ഞ് കീർത്തനയോടെ കൊണ്ടുവന്നതല്ല. അവരുടെ മനസ്സ് തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ശർഹു സദ്ർ തുറന്നു വെച്ച്, അതിലെ മാരിഫത്ത് തുറന്നു വെച്ച് അവരെ മനസ്സിലേക്ക് പകുത്തു കൊടുക്കുകയായിരുന്നു. അല്ല ഉമൈർ, ഒന്ന് നീ പറയണം, നീ നിന്റെ കടവും നിന്റെ ഭാര്യ മക്കളെയും കഅബത്തുൽ മുശറഫയുടെ തിണ്ണയിലിരുന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന കൂട്ടുകാരനെ ഏൽപ്പിച്ച് എന്റെ തലയെടുക്കാൻ വന്നതല്ലേ ഉമൈർ? ഉമൈർ ഇബ്നു വഹ്ബ് തങ്ങൾ കേൾക്കുമ്പോ അറിയാതെ വാളങ്ങ് വീണുപോയി.
അറിയാതെ വളങ്ങ് വീണുപോയി, മനസ്സങ്ങ് തുറന്നുപോയി. ആ മനസ്സിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം ഇട്ടുകൊടുത്തു. ഉമൈർ ഇബ്നു വഹ്ബ് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയെ, എനിക്കുറപ്പായി ഞാൻ എൻ്റെ ഭാര്യയോട് സമ്മതം ചോദിക്കാതെയാ വന്നത്, അത്രയും ധൃതിയിലാ ഞാൻ വന്നത്, എൻ്റെ കുടുംബക്കാരോടും പറയാതെയാ ഞാൻ പുറപ്പെട്ടത്. പക്ഷേ അങ്ങവിടുന്ന് ഈ വിഷയം മനസ്സിലാക്കി എന്നോട് പ്രതികരിച്ചത് തീർത്തും അല്ലാഹു തങ്ങൾക്കറിയിച്ചു തന്ന ഇൽമാണ്. അലം നശ്റഹ് ലക സദ്റക. ഏത് എതിരാളി വന്നാലും, ഏത് പ്രതിരോധിക്കുന്ന ആള് വന്നാലും അവനെ തിരുത്തേണ്ടതുപോലെ തിരുത്താൻ അല്ലാഹു തങ്ങൾക്ക് അറിവ് നൽകിയിട്ട് വിശാല മനസ്കത തന്നില്ലയോ ഹബീബേ? ഇത് ചെറിയ മനസ്സല്ല, ഇത് വിശാലമായ മനസ്സാണ്. ഏതൊരു ശത്രുവിനെയും ഉൾക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന മനസ്സ്. സഹോദരങ്ങളെ, ആ ഒരു അധ്യായം മാത്രം പറഞ്ഞ എമ്പാടുമുണ്ട്, ഇഷ്ടം പോലെയുണ്ട്, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഉമൈർ ഇബ്നു വഹ്ബ് ചിന്തിച്ച് കരയുകയാണ്. കാരണം 460 വരുന്ന കിലോമീറ്റർ അപ്പുറത്ത് മക്കയുടെ മണലാരണ്യത്തിൽ വെച്ച് കൂട്ടുകാരനോട് വിഷയങ്ങളൊക്കെ പങ്കുവച്ചത് എത്രമാത്രം വലിയ തീവ്രതയോടെയും ചൂടോടെയുമാണ്. അതിവിടെ വന്നപ്പോഴും മനസ്സിന്റെ ചൂടൊക്കെ തണുപ്പിച്ച് യഥാർത്ഥ ഇൽമു മനസ്സിലേക്ക് അങ്ങ് കുറിച്ചിട്ട് തന്നപ്പോ മനസ്സിനെന്തൊരു വിശാലത, എന്തൊരു തണുപ്പ്. മനസ്സിന്റെ ഗൗരവവും മനസ്സിന്റെ വീറും വാശിയൊക്കെ എവിടെ കെട്ടുപോയി? ഉമൈർ ഇബ്നു വഹ്ബ് ചിന്തിക്കുന്നു. പിന്നെ നിങ്ങൾ നോക്ക്, ഉമൈറിനെയും കാത്ത് രാവും പകലും മക്ക വിടാതെ സഫ്വാൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒരു യാത്രാ സംഘത്തെ കണ്ടാ ചോദിക്കും, എൻ്റെ ഒരു കൂട്ടുകാരൻ മദീനയിലേക്ക് പുറപ്പെട്ടിരുന്നു, വരുന്ന വഴിവക്കിൽ എവിടെങ്കിലും നിങ്ങൾ കണ്ടു? വരുന്ന വഴിവക്കിൽ എവിടെങ്കിലും നിങ്ങൾ കണ്ടോ? എവിടെങ്കിലും കണ്ടോ? എന്തെങ്കിലും വിവരമുണ്ടോ? നിങ്ങൾ ചോദിക്കും. കാണുന്നവരോടൊക്കെ ചോദിക്കും, എന്തെങ്കിലും വിവരമുണ്ടോ, എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ചിലരൊക്കെ പറയും പോകുന്നത് കണ്ടു, പിന്നെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. രാവും പകലും ഉറക്കം വെച്ച് കാത്തിരിക്കാം. ഭക്ഷണം കഴിക്കും, ഉടനെ വരും, അതേ സീറ്റിലിരിക്കും. ഒരു പക്ഷേ ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉമൈർ ഇബ്നു വഹ്ബിനെ നിങ്ങൾ വേഗം വിട്ടേക്കരുത്. നിങ്ങൾ നോക്ക്, തങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് സ്വീകരിച്ച് വന്ന ഒരാൾക്ക് തങ്ങളിനി നൽകുന്നത് വിശാലമായ അറിവിന്റെ അധ്യായമാണ്. അവിടെ തന്നെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഫഖിഹു അഖാകും ഫീ ദീനിഹി വഅല്ലിമുഹുൽ ഖുർആൻ. നിങ്ങളുടെ സഹോദരൻ ഉമൈറിന് വിശുദ്ധ ഇസ്ലാമിന്റെ ശാസ്ത്രങ്ങള് വിശാലമായിട്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. വഅല്ലിമുഹുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുക. ഖുർആനും വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഞാനങ്ങ് പോയി നോക്കട്ടെ നബിയെ, എന്തിനാ നിങ്ങൾ പോകുന്നത്? ഞാൻ ആദ്യമായി പോകുന്നത് എൻ്റെ കൂട്ടുകാരനെ ക്ഷണിക്കാനാണ്. കൂട്ടുകാരൻ്റെ അടുത്തേക്ക് തലയെടുത്ത് വരുമെന്ന് പറഞ്ഞ ഉമൈർ ഇബ്നു വഹ്ബ് ഇപ്പൊ പറയുന്നത്, ഞാൻ എൻ്റെ കൂട്ടുകാരൻ സഫ്വാനിനെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാ പോകുന്നത്. നിങ്ങൾ നോക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശാല മനസ്കതയോടെ നല്ല കറുത്ത കണ്ണുകളുമായി ദേഷ്യമുറ്റുന്ന കൽബുമായി വന്ന ശത്രുവിനെ മാറ്റിമറിച്ച് ഇണക്കി കൊടുത്തിട്ട് ഇപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? ഈ സത്യപ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു എന്റെ മനസ്സ് വിശാലമാക്കി തന്നിട്ടുണ്ടല്ലോ, ഇനി ഞാൻ എന്തിനിങ്ങനെ നിൽക്കണം? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ-ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യശ്റഹ് സദ്റഹു ലിൽ-ഇസ്ലാം, അവന്റെ മനസ്സ് അല്ലാഹു ഇസ്ലാമിലേക്ക് വിശാലമാക്കും. വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ലയ്യിഖൻ ഹറജാ കഅന്നമാ യസ്അദു ഫിസ്സമാ. അതേ സമയത്ത് ഏതെങ്കിലും ഒരാള്
അവൻ അധർമ്മത്തിലേക്ക് പോകണമെന്നുള്ള ലക്ഷ്യവുമായി നടക്കുന്നവനാണെങ്കിൽ, അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് നീങ്ങുന്നവനാണെങ്കിൽ, യജഅൽ സ്വദ്റഹു ളയ്യിഖൻ ഹറജാ, അവന്റെ മനസ്സ് ഇടുങ്ങിപ്പോകും, വിശാലമാകൂല. അവന്റെ മനസ്സിന് തടസ്സങ്ങൾ വരും. വിശുദ്ധ ദീനിലേക്ക് കടന്നു വരാൻ അവന്റെ മനസ്സിന് സങ്കുചിതത്വം വരും. അതിനായിട്ടില്ല എന്ന് പറയും, ഇനിയും പഠിക്കട്ടെ എന്ന് പറയും, ഇപ്പൊ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയും. കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നി വരുമ്പോഴേക്ക് വീണ്ടും വീണ്ടും ഇടുക്കമുള്ള സങ്കുചിത താല്പര്യങ്ങൾ മനസ്സിൽ അള്ളിപ്പിടിക്കും. അതുകൊണ്ടാണ് യുക്തിവാദിക്കും, അതുപോലെ തന്നെ നിരീശ്വരവാദിക്കും, അതുപോലെ തന്നെ ബിദ്അത്തുകാരനും നല്ല വഴി ഉൾക്കൊള്ളാൻ പ്രയാസം വരുന്നത്. അവരൊക്കെ മനസ്സിൽ സങ്കുചിതത്വം ധാരാളം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ മനസ്സിന് പ്രയാസം, ഇടുക്കം തോന്നിപ്പോകാണ്. ഉമൈർ ബിൻ വഹബ് ഖുർആനൊക്കെ പഠിച്ച് നല്ല സ്വഹാബിമാരെ കൂട്ടത്തിലിരുന്ന് മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോ, പിന്നെ ആ കൊണ്ടുപോയ വാളൊന്നും ഇങ്ങനെ ഉരുപ്പിടിച്ചല്ലേ വരുന്നത്, അതൊക്കെ അവിടെ ഉറയിലിട്ട് പോയി. നല്ല പുഞ്ചിരിയോടെ സ്നേഹത്തോടെ മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോ സഫ്വാൻ ഇങ്ങനെ കാത്തു കഴിയുന്നു. സഫ്വാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. സഫ്വാൻ ഇബ്നു ഉമയ്യയോട് പറഞ്ഞു, സഫ്വാനെ, നീ കരുതിയതുപോലെയല്ല കാര്യമുള്ളത്, അതുകൊണ്ട് വേഗം കടന്നു വന്നേക്കണം. കേട്ടപാട് സഫ്വാൻ പറഞ്ഞു, അല്ലാഹു നിന്നെ ദുഷിപ്പിക്കട്ടെ, നീയും ഇതിൽ പെട്ടുപോയല്ലോ. നീ കുടുങ്ങൂല ഞാൻ കരുതി, നീ ഇതിൽ കുടുങ്ങിപ്പോയോ? കുടുങ്ങിയതല്ല, മനസ്സ് വിശാലമായി ആത്മാർത്ഥമായി സ്വീകരിച്ചതാണ്. ആരും കുടുങ്ങി സ്വീകരിച്ചതല്ല, വിശാല മനസ്സോടെ സ്വീകരിച്ചതാണ്. സഫ്വാൻ അവിടുന്ന് ഒരു പോക്ക് പോയി, നിന്നെ എനിക്കിനി കാണണ്ട, ഞാനും നീയായിട്ടൊരു ബന്ധമില്ല, നീ എന്നെ കൂട്ടുകാരനായി സ്വീകരിക്കേ വേണ്ട. നിങ്ങൾ നോക്ക്, മനസ്സിലിപ്പോ കൊളുത്തി വെച്ച ആ വിശാല മനസ്കത ആ സ്വഹാബി സ്വീകരിച്ച് ഇവരൊക്കെ നന്നാക്കണമെന്നല്ലേ. 8 വർഷം കഴിഞ്ഞ്, 6 വർഷം കഴിഞ്ഞ്, ഒന്നുകൂടി നമ്മൾ മറിക്കുക ചുരുങ്ങിയ ചരിത്രം. 6 വർഷം കഴിഞ്ഞ് മക്ക വിജയത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹു മക്കക്ക് വേണ്ടി മക്കയിലേക്ക് വരുമ്പോ നബി തങ്ങളോട് പോയിട്ട് ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ 6 വർഷം മുമ്പ് മദീനയിൽ വന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ട് വന്നപ്പോ എനിക്ക് പ്രചോദനം നൽകി എന്നെ പറഞ്ഞയച്ച എൻ്റെ കൂട്ടുകാരൻ ഇന്നും അതേ സ്റ്റേജിലാണ്. ഒരുപാട് അക്രമങ്ങൾക്കാണ് പിന്നീട് നേതൃത്വം നൽകിയത്. ഇവിടെ വരുന്ന സ്വഹാബത്തിനെ കഴിവിന്റെ പരമാവധി ആക്രമിച്ചിട്ടുണ്ട്. പകലും രാത്രിയൊക്കെ ആരെങ്കിലൊക്കെ തവാഫ് ചെയ്ത് പോകാന്നുള്ള വിവരം കിട്ടിയാൽ ഉടനെ വന്ന് എന്തെങ്കിലും ചെയ്യും. സഫ്വാന്റെ പണി എങ്ങനെയായിരുന്നു? വേറെയും കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ സഫ്വാനെ ഞാനൊന്ന് പോയി നോക്കട്ടെ, എവിടെയെങ്കിലൊക്കെ ഉണ്ടോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, പോയി നോക്കിക്കോളൂ. എവിടെയാണ് സഫ്വാനുള്ളത്? സഫ്വാന് മാപ്പ് കൊടുക്കുമോ നബിയെ? മാപ്പ് കൊടുക്കാം, ഇന്നെല്ലാവർക്കും മാപ്പല്ലേ, മാപ്പ് കൊടുക്കാം, കൊണ്ടുപോയിക്കോളൂ. ഉമൈർ ബിൻ വഹബ് ഇങ്ങനെ അന്വേഷിച്ചു, കാണുന്നവരോടൊക്കെ ചോദിച്ചു, എൻ്റെ കൂട്ടുകാരൻ, പഴയ കൂട്ടുകാരൻ സഫ്വാനെ കണ്ടോ? കൂട്ടത്തിലൊരാൾ പറഞ്ഞു, ഇതുവഴി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുവഴി എന്ന് പറഞ്ഞാൽ നേരെ പിന്നെ പോകുന്നത് സമുദ്രത്തിൽ ചാടാനായിരിക്കും. ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോൾ ഒരു കാലങ്ങോട്ടും ഒരു കാലിങ്ങോട്ടും എടുത്തു വെച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കണ്ടവാടെ പറഞ്ഞു, സഫ്വാൻ ചാടരുത്, ആത്മാഹുതി ചെയ്യരുത്, അൽ അമാൻ അൽ അമാൻ, അഭയം ഉണ്ട്, സുരക്ഷിതത്വം ഉണ്ട്, എൻ്റെ കൂടെ വന്നേക്കണം. നിങ്ങൾക്കും ഇന്ന് മാപ്പുണ്ട്, നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വന്നേക്കണം. സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞു, എനിക്ക് മാപ്പോ? ഞാൻ ഉറക്കത്തിൽ കൂടി, സ്വപ്നത്തിൽ കൂടി ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ടല്ലേ നേരിട്ട് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കൂല. മാപ്പുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ, എനിക്ക് മാപ്പുണ്ട് എന്നുള്ളതിന് നിങ്ങളടുത്ത് വല്ല അടയാളം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് മാപ്പ് തന്നിട്ടുണ്ട് എന്ന് പറയാൻ എന്തെങ്കിലും അടയാളങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ടോ? അതൊന്നുമില്ല, എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മാപ്പുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾക്കിന്ന് മാപ്പുണ്ട്, നിങ്ങൾക്ക് പ്രതികരിക്കൊന്നുമില്ല. എന്താ ഇപ്പൊ സഫ്വാൻ ഇബ്നെ ചിന്തിക്കുന്നത്? അന്ന് ഉമൈർ ബിൻ വഹബ് പോയി സ്വീകരിച്ചിട്ടും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പാണ് ഇന്ന് എനിക്ക് ശിക്ഷ കിട്ടും. കാരണം ഇന്ന് വരുന്ന പടുകൂറ്റൻ സ്വഹാബിമാരെ കൂട്ടത്തിൽ ഞാൻ ആക്രമിച്ചവരുണ്ട്, ഞാൻ തല്ലിയവരുണ്ട്. ഒന്നിനും കാരണമല്ല, ഒന്നിനും വിഷയമല്ല, എനിക്കങ്ങനെയാ തോന്നിയത്. എന്റെ തണ്ട് മുഴുവനും ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പരിക്കേൽപ്പിച്ചവരുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യും. ഇതും കണക്കൂട്ടിട്ടാ പോയി നിൽക്കുന്നത്.
ഞാൻ നിന്റെ കൂടെ വരില്ല, എനിക്ക് മാപ്പുണ്ടെന്നതിന് വല്ല അടയാളവും നീ കൊണ്ടുവരണം. ഉമൈർ ബിൻ വഹ്ബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കൂട്ടുകാരൻ സഫ്വാൻ ബിൻ ഉമയ്യയെ ഞാൻ കണ്ടു. കടലിലേക്ക് എടുത്തു ചാടി ആത്മാഹുതി ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണോ? ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിയുകയാണോ? മാപ്പുണ്ടെന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ടില്ല. മാപ്പുണ്ടെന്നതിന് വല്ല അടയാളം ഉണ്ടോ എന്നോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് വല്ല അടയാളവും എനിക്ക് തന്നേക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വരാനാകുന്നില്ലെങ്കിൽ വരണ്ടെന്നല്ല തങ്ങൾ പറയുന്നത്. അവിടുത്തെ ശർഹ് സ്വദർ വായിക്കണം, ചേർത്ത് വായിക്കണം. അവിടുത്തെ വിശാല മനസ്കത ആ ശത്രുവിനെയും തങ്ങൾ ഉൾക്കൊള്ളുകയാണ്. അവരുടെ മനസ്സും തങ്ങൾ വായിച്ചെടുക്കുകയാണ്. ഷറഫാക്കപ്പെട്ട റിദാ, അവിടുത്തെ തട്ടം, പൂമേനിയിൽ തൊട്ടുരുമ്മിയ തട്ടമില്ലേ, തട്ടം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഈ തട്ടം പിടിച്ച്, ഈ ഒരു ഷാള് പിടിച്ച് വരാൻ പറയൂ. സഫ്വാൻ ബിൻ ഉമയ്യക്ക് മാപ്പുണ്ട്. ഉമൈർ ബിൻ വഹ്ബ് റളിയല്ലാഹു അൻഹു തട്ടവുമായി ചെന്നു. അത് സ്വീകരിച്ചു. സഫ്വാൻ എനിക്ക് സന്തോഷമായി. തട്ടവും പിടിച്ച് വന്നിട്ട് ചോദിക്കുന്നത്, എനിക്ക് മാപ്പുണ്ടോ നബിയേ? അതേ, നിങ്ങൾക്കും ഇന്ന് മാപ്പുണ്ട്. ഒരു നിമിഷം അത് ചിന്തിച്ച് സഫ്വാൻ ബിൻ ഉമയ്യ കരഞ്ഞുപോയി. കരഞ്ഞ് ശരിക്കാ കരച്ചിലിന്റെ പിന്നിൽ പിന്നീട് വന്നത് ഷഹാദത്തിന്റെ കലിമയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ ഉൾക്കൊണ്ടത്, അവരൊക്കെ സ്വീകരിച്ചത്, അവരൊക്കെ മനസ്സിലേക്ക് ഇതിനെ സന്നിവേശിപ്പിച്ചത് നിർബന്ധപൂർവമല്ല. ഓരോരുത്തരുടെയും മനസ്സിനുള്ള അംഗീകാരം, ഓരോരുത്തർക്കും സ്വാതന്ത്ര്യത്തോടുകൂടെ, ഓരോരുത്തർക്കും തികഞ്ഞ ബോധത്തോടുകൂടെ ഉൾക്കൊണ്ടതാണ്. അതിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയത് ആത്മജ്ഞാനമാണ്, ചെറുതല്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൊത്തത്തിൽ വബിൽ ജുംലതി ഫശറഹു സ്വദരി, മാനസിക വിശാലത എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ ഇൽമിഹി ബിഹഖാറത്തി ദുനിയാ, ദുനിയാവിന്റെ നിസ്സാരത, ദുനിയാവിന്റെ ചെറുപ്പം, അത് കാണാനുള്ള കഴിവ് പൂർണ്ണമായി ഇൽമ് തങ്ങൾക്കുണ്ട്. ദുനിയാവിന്റെ ചെറുപ്പത്തെ പറ്റി മനസ്സിലാക്കാൻ, വഖമാലിൽ ആഖിറ, ആഖിറത്തിന്റെ പരിപൂർണതയെ പറ്റി മനസ്സിലാക്കാനും, ആഖിറത്തിനെ പറ്റി ഏറ്റവും 100% അറിവ്, ആഖിറത്തിനെ പറ്റി ഏറ്റവും തികഞ്ഞ അറിവുള്ള നേതാവ് ആരാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ ജീവിച്ച ഏതൊരു നേതാവിനെ നിങ്ങൾ എടുത്തോ, ലോകത്തിന്റെ നേതാവിന്റെ ജീവിതം നയിച്ച മറ്റൊരു നേതാവിനെ കാണാൻ കഴിയില്ല. അതെന്തേ അത്തരത്തിൽ ലളിതമായ ജീവിതം തങ്ങൾ നയിച്ചത് എന്നറിയോ? അവിടുത്തെ വിശാല മനസ്കതയാണ്. ആഖിറത്തെ പറ്റിയുള്ള പൂർണ്ണമായ ചിന്തയും ബോധ്യവും ഉള്ളത് കൊണ്ട് ദുനിയാവ് അത്ര മതി എന്നുള്ള കാഴ്ചപ്പാടില്ലേ, അത് വിശാല മനസ്കതയാണ്. ദുനിയാവ് ചെറുതായി കണ്ടു. ദുനിയാവ് അല്ലാഹു തആല ഇഷ്ടം പോലെ കൊടുത്തിട്ടും അതിനെ ചെറുപ്പമാ മനസ്സിലാക്കിയത്, വലുതായി മനസ്സിലാക്കിയിട്ടില്ല. വളരെ ചെറുപ്പമാണ് മനസ്സിലാക്കിയത്. പാരത്രിക ലോകമോ വിശാലമായി മനസ്സിലാക്കി. കാരണം ഇതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പരലോക ജീവിതത്തിന് പരിധിയും പരിമിതിയും ഇല്ല. ആ പരിധിയും പരിമിതിയും ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ സുഖാസ്വാദനങ്ങളെ കുറിച്ച് തികഞ്ഞ അറിവുള്ളത് കൊണ്ട് തന്നെ, ആ അറിവ് നന്നായി സ്വീകരിച്ചത് കൊണ്ട് തന്നെ ദുനിയാവിന്റെ ജീവിതം വളരെ ചെറുപ്പമാക്കി സ്വീകരിച്ചു. അതത്ര മതി എന്ന് വെച്ചു. സൗകര്യങ്ങൾ കൊടുക്കാൻ അനുയായികളില്ലാഞ്ഞിട്ടാണെന്ന് കരുതരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ കടന്നു ചെല്ലുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പുണ്യപൂമേനിയിലേക്ക് നോക്കുമ്പോ അത്രമാത്രം മാർദ്ദവമുള്ളൊരു ശരീരം അല്ലാഹു ലോകത്തൊരാൾക്കും നൽകിയിട്ടില്ലല്ലോ. അത്രമാത്രം സുഗന്ധപൂരിതമായ ഒരു ശരീരം ലോകത്തൊരാൾക്കും അല്ല നൽകിയിട്ടില്ലല്ലോ. അത്രമാത്രം മനോഹാരിത നിറഞ്ഞൊരു ശരീരം ലോകത്തൊരാൾക്കും അല്ല നൽകിയിട്ടില്ലല്ലോ. ആ പുണ്യപൂമേനിയിൽ ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായയിൽ കടന്നതിന്റെ പാടുകൾ കണ്ടപ്പോ അവിടുത്തെ അനുയായിയായ അനുചരനായ
അവിടുത്തെ അങ്ങേയറ്റം ഹുബ്ബ് വെക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ലവിത്തഖദ്നാ ലക ബിത്വാ, ഒരു മെത്തയുണ്ടാക്കി തരട്ടെ നബിയേ, ഒരു മെത്തയുണ്ടാക്കി തരട്ടെ നബിയേ. ഇഷ്ടം പോലെ ആളുകൾ അന്ന് കഴിവുള്ളവരില്ലേ, പരിചയക്കാരില്ലേ, സൗകര്യങ്ങളില്ലേ. തങ്ങൾ പറഞ്ഞു, വേണ്ട ഉമറേ, ഓ റസൂലേ, അള്ളാഹുവിന്റെ റസൂലേ, കുറച്ചൊക്കെ സൗകര്യങ്ങളാകാമല്ലോ. ഒരുപാട് രാജാക്കന്മാർ എത്ര സൗകര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. കിസ്റ രാജാവും കൈസർ രാജാവും നജ്ജാശി രാജാവും ഒക്കെ എത്ര സൗകര്യങ്ങൾ ജീവിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഉമറേ, വഹും മുലൂക്കുദ്ദുനിയാ, അവർക്കൊന്നേ മനസ്സിലായിട്ടുള്ളൂ, ദുനിയാവാണത്. അവർ ദുനിയാവിലെ രാജാക്കന്മാരാണ്. ദുനിയാവേ അവർക്കറിയുള്ളൂ, ദുനിയാവിന്റെ വിശാലതയെ അവരെ മനസ്സിലുള്ളൂ. വഅമ്മാ നഹ്നു ഫഅബ്നാഉൽ ആഖിറ, നമ്മൾ ദുനിയാവിന്റെ ആളുകളല്ല. ദുനിയാവ് നമ്മുടെ ഒരു വിശ്രമ കേന്ദ്രമാണ്, നമ്മൾ ആഖിറത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ മതി, ഇതൊക്കെ ധാരാളമാണ്. അതങ്ങനെ സ്വീകരിക്കാനുള്ളൊരു കഴിവ് സാമ്പത്തികമായി പുരോഗതി കിട്ടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചത് എന്ന് മനസ്സിലാക്കുന്ന മൗഢ്യമാണ്. ചിലരങ്ങനെ മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്കീനായി ജീവിച്ചത് ദുനിയാവിനോട് അത്ര മതി എന്നുള്ള വിഷയം സ്വീകരിച്ചുകൊണ്ടാണ്. സമ്പത്ത് കൊടുക്കാത്തത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ അങ്ങനെ ആയിപ്പോയതാണെന്ന് കരുതരുത്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന കണ്ടിട്ട്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അതിന് വിവിധ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. മിസ്കീനായി എന്നെ ജീവിപ്പിക്കണമെന്ന് തങ്ങൾ പ്രാർത്ഥിച്ചത് ദുനിയാവിന്റെ വലുപ്പം, ദുനിയാവിന്റെ വിശാലത തങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കും. അല്ല, ദുനിയാവിന്റെ ചെറുപ്പം മനസ്സിലാക്കിയിട്ട് തങ്ങൾ അവിടുത്തേക്ക് സമാധാനത്തിന്റെ ജീവിതം സ്വീകരിച്ചതാണ്. മിസ്കീനായി ജീവിക്കാൻ അവിടുന്ന് താല്പര്യപ്പെട്ടതാണ്. ദുനിയാവിൽ ഇഷ്ടം പോലെ ഐശ്വര്യം കിട്ടാഞ്ഞിട്ടാണോ? അല്ല. അതുകൊണ്ടല്ലേ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചു വന്നപ്പോ ആ സമ്പത്ത് മുഴുവനും വിനിയോഗിക്കാൻ, നല്ല മാർഗത്തിൽ ചെലവഴിക്കാനാ തങ്ങൾ തിടുക്കം കാണിച്ചത്. സമ്പത്തിൽ കുറച്ചൊക്കെ പൊതുഖജനാവിലേക്ക് സ്വത്ത് വന്നപ്പോ, തങ്ങൾക്കുള്ള ഒരു ഓഹരി ഗനീമത്തിൽ നിന്നും ഫൈസത്തിൽ നിന്നും വന്നപ്പോ സംഭരിച്ചു വെക്കാൻ കൂട്ടുനിൽക്കാതെ ഏതെങ്കിലും ഒരു സ്വഹാബി മരിച്ചാൽ, അങ്ങനെ കാണാൻ കഴിയും ഒരു നേതാവിനെ, ഏതെങ്കിലും ഒരു സ്വഹാബി വഫാത്തായി പോയാൽ ആ ജനാസ കൊണ്ടുവരുമ്പോ തങ്ങൾ ചോദിക്കും, ഇദ്ദേഹത്തിന് സ്വത്തുണ്ടോ? സ്വത്തുണ്ട്. കടമുണ്ടോ? കടമുണ്ട്. സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ എടുക്കട്ടെ. ബാക്കി വെച്ച സ്വത്ത് അനന്തരാവകാശികൾ എടുക്കട്ടെ. കടമുണ്ടെങ്കിൽ ഫഅലയ്യ ഖളാഉഹു, ഞാനത് വീട്ടിക്കൊള്ളാം. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഓരോ വിശ്വാസിയോടും അവന്റെ സ്വന്തത്തെക്കാൾ കടമപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് ആ സമ്പത്തിൽ നിന്നെടുത്ത് നിങ്ങൾ കടം വീട്ടണ്ട, എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ശൈലി സ്വീകരിച്ചത് ദുനിയാവിന്റെ ഹഖാറത്ത്, ദുനിയാവിന്റെ ചെറുപ്പം മനസ്സിലാക്കി ആഖിറത്തിന്റെ കമാലിയത്ത് പൂർണ്ണമായും തങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അവിടുത്തെ മനസ്സിന് അല്ലാഹു നൽകിയ വിശാലതയാണത്. അല്ലാതെ ഏതെങ്കിലും സാധുക്കൾ വിചാരിക്കും പോലെ അന്നീ സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും കിട്ടാതിട്ട് തങ്ങൾ അങ്ങനെ ആയിപ്പോയതാണ് എന്ന് ചിന്തിക്കരുത്. അത് മഹാമടയത്തരമാണ്. സൗകര്യങ്ങളെമ്പാടും കിട്ടിയിട്ടും ഇതിന്റെ ചെറുപ്പം മനസ്സിലാക്കിയിട്ട് നിരാകരിച്ചതാണ്. അങ്ങനെ തന്നെ സ്വഹാബിമാരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ സക്കാത്ത് വാങ്ങാൻ ആളില്ലായിരുന്നു. അത്രയും സാമ്പത്തിക രംഗത്ത് വിശാലത കിട്ടിയിട്ടുണ്ട്. എന്നാലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു താമസിച്ച ആ കൂര മാറ്റി പണിതൊരു ചരിത്രമില്ല. ഖലീഫയുടെ കൊട്ടാരം എവിടെയെന്നൊക്കെ ചോദിച്ച ആളുകൾ, വിവിധ രാജാക്കന്മാരുടെ ദൂതന്മാർ മദീനയിൽ വരുമ്പോ കൊട്ടാരമൊന്നുമില്ല, അതൊക്കെ ആണെന്ന കുടിൽ തന്നെയുള്ളത് എന്ന് പറയും. എന്തേ അവരങ്ങനെ മനസ്സിലാക്കിയത്?
ദുനിയാവിൻ്റെ ചെറുപ്പം മനസ്സിലാക്കാനും ആഖിറത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കാനുള്ള വിശാലമായ മാരിഫത്ത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ആ മാരിഫത്തിൻ്റെ കുറവുകൊണ്ടാണ് ദുനിയാവിൻ്റെ വലുപ്പവും ആഖിറത്തിൻ്റെ ചെറുപ്പവും തോന്നുന്നത്. ആഖിറം ചെറുപ്പല്ല, ആഖിറം വലുപ്പമുള്ളതാ. ദുനിയാവ് വളരെ ചെറുപ്പാ, ഇതിന് പരിധിയും പരിമിതിയുണ്ട്. സുഖങ്ങൾക്കൊക്കെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടതുണ്ട്. ആഖിറത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കാത്ത സുഖല്ലേ, കഷ്ടപ്പാടില്ലാത്ത സുഖല്ലേ. ഇവിടെ ഒരു സുഖം അനുഭവിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം. ഇവിടെ നേരാനേർക്കൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടണം. അവിടെയുള്ള സുഖങ്ങൾ അങ്ങനല്ലല്ലോ. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോ ആഖിറം ഖൈറാണെന്ന് പറയുമ്പോൾ ആഖിറം ശേഷിക്കുന്നതാണ്, ആഖിറമാണ് ഏറ്റവും വലിയ സുഖമെന്ന് പറയുമ്പോൾ എന്താണ് ആ ശേഷിപ്പിന്റെയും സുഖത്തിന്റെയും മാനദണ്ഡം? റാസി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, അന്നഹൽ ബാഖിയ വഅന്ന ഹാദിഹി ദുനിയാ ഫാനിയാ. ദുനിയാവ് നശ്വരമാണ്, നശിക്കുന്നതാണ്. ആഖിറം അതിന് നാശമില്ലല്ലോ, അതൊന്നും ശേഷിക്കുന്നതാണ്. അവിടെ കിട്ടുന്ന സുഖങ്ങളൊക്കെ പരിധിയില്ലാത്തതാണ്, പരിമിതിയില്ലാത്തതാണ്. ഇവിടെ കിട്ടുന്ന സുഖങ്ങളോ അതിന് പരിധിയും പരിമിതിയുമുണ്ട്. ഇവിടെ കിട്ടുന്ന സുഖങ്ങൾക്ക് പിന്നിൽ കഠിനാധ്വാനവും ക്ഷീണവും വേദനയും അനുഭവിക്കണം. അവിടെ കിട്ടുന്ന സുഖങ്ങൾക്ക് പിന്നിലോ കിട്ടേണ്ടവർക്ക് പിന്നൊരു വേദനയും ഇല്ല. കിട്ടിയാലോ പിന്നത് തീരുന്നില്ല. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ശർഹ് സ്വദർ, വിശാലമായ അറിവ് ഉള്ളത് കൊണ്ട് മഹാന്മാരൊക്കെ അങ്ങനെ ജീവിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാല മനസ്കത എത്രമാത്രം വലുതാണ്, ചെറുതല്ല, വളരെ വലുതാണ്. അവിടത്തേക്ക് അല്ലാഹു നൽകിയ ഇൽമും അവിടത്തേക്ക് അല്ലാഹു നൽകിയ ത്വഅത്തും ഇബാദത്തും വളരെ വലുതാണ്. അൽ ഖൽബു മഹല്ലുൽ അഖ്ലി വൽ മാരിഫ. ഖൽബാണ് അറിവിന്റെയും ബുദ്ധിയുടെയും കേന്ദ്രം. പിശാച് ലക്ഷ്യം വെക്കുന്നത് ഖൽബിനെയാണ്. ശൈത്താൻ ആദ്യം വരുന്നത് സ്വദറിലേക്കാണ്, നെഞ്ചിലേക്കാണ്. അത് സത്യത്തിൽ ഖൽബിന്റെ ഒരു കോട്ടയാണ്. ആ കോട്ടയിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പഴുത് ഖൽബിന്റെ പ്രവേശനമായ സ്വദറിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു ഒളിയമ്പ് വിടും. എന്നിട്ടവന്റെ സൈന്യത്തെ അവിടെ കുടിയിരുത്താൻ നോക്കും. അതിൽ വികാര വിചാരങ്ങളും താല്പര്യങ്ങളും അവനങ്ങ് വികസിപ്പിക്കും. ആ സമയത്ത് ഖൽബ് ഇടുങ്ങിപ്പോകും. പിന്നെ ആരാധനക്കൊരു സുഖം ലഭിക്കൂല, ഇസ്ലാമിനൊരു മാധുര്യം കിട്ടൂല. വഇദാ തുരിദൽ അദുവ്വു ഫിൽ ഇബ്തിദാഇ, തുടക്കത്തിൽ തന്നെ ശത്രുവിനെ അങ്ങ് ആട്ടിയോടിച്ചാൽ പിന്നവന് വരാൻ വഴിയില്ലല്ലോ. അഭയം കിട്ടിപ്പോയല്ലോ, ഇടുക്കം നീങ്ങിയല്ലോ, മനസ്സ് വിശാലമായല്ലോ. അബ്ദാണ് എന്ന അടിമയാണ് എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ പിന്നെ എളുപ്പം കിട്ടിപ്പോയല്ലോ. വയതയസ്സറു ലഹുൽ ഖിയാമു ബിഅദാഇൽ ഉബൂദിയ്യ. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ അവന് ആരാധന നിർവഹിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പൊ സ്വദറിൽ തന്നെ കാവലുണ്ടെങ്കിൽ, സ്വദറിന് തന്നെ വിശാലതയുണ്ടെങ്കിൽ ഖൽബിന്റെ വിശാലത വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല. അത്രമാത്രം വിശാലത അല്ലാഹു നൽകിയിട്ടുണ്ട്. സഹോദരന്മാരെ, അല്ലാഹ് നൽകിയ വിശാലതയാണ്. ആ വിശാലതയെ ക്ലിപ്തിപ്പെടുത്താനോ അത് ചുരുക്കി പറയാനോ നമുക്ക് കഴിയില്ല. ഇതേ വിശാലത കിട്ടിയ മഹാന്മാർ, അവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച അതേ നയം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. തന്റെ അയൽവാസിയായ മജൂസിയായ മനുഷ്യന് കടം കൊടുക്കാൻ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ വാങ്ങിയ കടം ചോദിക്കാൻ വേണ്ടി മജൂസിയുടെ വീട്ടിലേക്ക് പോകുന്നു. മജൂസിയായ മനുഷ്യൻ മുസ്ലിം അല്ലല്ലോ, അയൽക്കാരനാണ്. എന്നാലും നല്ല സഹകരണത്തിലാണ്. അബൂ ഹനീഫ തങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകാണ്. ആ മജൂസിയുടെ വീട്ടുമുറ്റത്തെത്തിയപ്പോ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറിൽ ഒരു നജസ് വന്ന് വീണു. നമ്മളൊക്കെ സാധാരണ ചെരുപ്പിൽ വല്ലതും വീണാൽ കാലൊന്നും ഇങ്ങനെ കൊടയും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാലൊന്ന് കൊടഞ്ഞു. ചെരുപ്പിന്റെ വാറിൽ വീണ നജസ് നേരെ തെറിച്ചുപോയി വീണത് ആ മജൂസിയായ മനുഷ്യന്റെ ചുമരിലാണ്. ഫതഹയ്യറ ഇൻദ ദാലിക അബൂ ഹനീഫ.
ആ സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചു പോയി. എന്താ പരിഭ്രമം എന്നറിയോ? ഞാൻ ആ നജസ് അദ്ദേഹത്തോട് പറയാതെ ഞാൻ അങ്ങ് നടന്നു നീങ്ങിയാൽ അയൽവാസിയുടെ ചുമരിന് നജസ് വരുത്തിയവനാകൂലേ? പറയാതെ ഞാനങ്ങ് ചുരണ്ടിക്കളഞ്ഞാലോ ചുമര് ഞാൻ കേടുവരുത്തിയവനാകൂലേ? എന്തു ചെയ്യും എന്ന് ചിന്തിച്ച് മഹാനവർകൾക്ക് പരിഭ്രമം വന്നു. മജൂസിയായ മനുഷ്യൻ അബൂ ഹനീഫ തങ്ങളെ കണ്ടപ്പോൾ ഭാര്യനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, എന്നിൽ നിന്ന് കാശ് വാങ്ങാനാ വന്നത്, അവധിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ കൊടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം കയ്യിലൊന്നുമില്ലാതെ നീ ഒന്ന് പോയി പറയണം. ഡയറക്റ്റായി പറയാനൊരു മടിയാണല്ലോ, വാങ്ങാനൊക്കെ എല്ലാവരും ഉഷാറുണ്ടാവും, പക്ഷെ കൊടുക്കാനില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഭാര്യനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് പറയണം, ഇപ്പം തരാനില്ല, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം. ആ പെണ്ണത് പോയി പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടത്തിൻ്റെ വിഷയമല്ല, അതിനേക്കാളും വലിയൊരു വിഷയം പറയാണ്ടൊന്ന് വരാൻ പറയും. ഇപ്പൊ കടത്തിന്റെ വിഷയം പറയാനല്ല ഞാൻ വിളിക്കുന്നത്, ഇവിടെ വന്നപ്പോൾ വേറൊരു വിഷയം എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുണ്ട്, അതുകൊണ്ടൊന്ന് വരാൻ പറയുന്നു. അപ്പൊ അതെന്താ കേൾക്കാന്ന് കരുതിയിട്ട് മജൂസിയ മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് മാപ്പാക്കണം, നിങ്ങൾ എനിക്ക് പുറത്തു തരണം ഒരു വിഷയം. ഞാനത് ഉണർത്താനായി ഇപ്പോൾ തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെ കടത്തെക്കാളും കൂടുതൽ, എനിക്ക് തരാനുള്ളതിനേക്കാളും കൂടുതൽ ഈ വിഷയത്തിലാണ് ഇപ്പോൾ എനിക്ക് വിഷമമുള്ളത്. ഞാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ മുകളിൽ വാറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ നജസ് വന്ന് വീണപ്പോൾ ഞാനതൊന്ന് തട്ടിയപ്പോൾ നേരെ നിങ്ങളെ ചുമരില്ലാതെ പോയി വീണത്. അതുകൊണ്ട് അത് നീക്കിയാൽ നിങ്ങളെ ചുമരിന് വല്ല കേടും വരുമെന്ന് കരുതിയിട്ട് എനിക്ക് വിഷമം തോന്നി. പറയാതെ പോയാൽ നജസാക്കി എന്ന നിലക്കൊരു വിഷമമില്ലേ? അതുകൊണ്ടത് മാപ്പാക്കണം, അത് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ബോധപൂർവം സംഭവിച്ചതാണോ? അല്ല. ആ ചുമരിൽ തന്നെ തെറിക്കട്ടെ എന്ന് കരുതിയിട്ട് തട്ടിയതുമല്ല, അത് പുറത്തെവിടെങ്കിലും പോയിക്കോട്ടെ, പക്ഷെ പോയി വീണത് അങ്ങോട്ടാ. അയൽവാസിയെ ഉൾക്കൊള്ളൽ നോക്ക് നിങ്ങൾ. ഇത് അവിടെയും ഇവിടെയും തേങ്ങ കണ്ടാൽ നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ള നല്ല കാഴ്ചപ്പാടാ നമുക്കുണ്ടാക്കുക വേഗം. തേങ്ങയും മട്ടിലും കണ്ടാൽ അയൽവാസിൻ്റെതാകാനൊരു നിലക്കും സാധ്യതയല്ല. അതുകൊണ്ട് അത് സാധ്യത എന്നുള്ളവർക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ, പൊരുത്തപ്പെട്ട് അങ്ങോട്ട് കൊടുക്കാന്നുള്ളതിനേക്കാളും പകരം അത് നമ്മളുടെ കൂടുതൽ സാധ്യത ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാ ചിന്തിക്കുക. ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, നമ്മളുടേതല്ല, ഇനി നമ്മളുടെയാണെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തു അങ്ങോട്ട് ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കാൻ വിശാലത കുറവല്ലേ. അവർ മിനിയാന്ന് അല്ലേ തേങ്ങ ഇട്ടത്, അതുകൊണ്ട് ഇനി തേങ്ങ ഇടാൻ തേങ്ങ വീഴാൻ സാധ്യതയല്ല. ആര് പറഞ്ഞു സാധ്യതയല്ല? ഇട്ടാൾ തന്നെ ഒന്ന് കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിലോ? പാകമായി വീഴാനായത് തേങ്ങ വലിക്കുന്ന ആളെ കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വീഴാലോ, എന്നും ചിന്തിക്കാലോ. പക്ഷെ അവിടെ ചിന്തിക്കുന്നത് നമ്മളതാകാനാ സാധ്യത, അപ്പൊ തേങ്ങയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കൂടുതൽ നമ്മളതാകാൻ സാധ്യത തോന്നും ചെയ്യും. അതുകൊണ്ട് അത് എടുക്കാനാ കൂടുതൽ മനസ്സ് വെമ്പുന്നത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മിണ്ടാതെ പോയാൽ ആരെങ്കിലും അറിയോ? ആ സമയത്താണ് ആ മജൂസിയായ മനുഷ്യന്റെ മനസ്സ് വിശാലമാകുന്നത്. കണ്ടോ, ഒരു ചുമരിന്റെ മേലെ അവിചാരിതമായി സംഭവിച്ചൊരു നജസിനെ ശുദ്ധീകരിക്കുന്നതിന് ഇത്രമാത്രം വിശാലമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അന്ധകാര നിബിഡമായി കിടക്കുന്ന, അള്ളാഹുവിലും അവന്റെ ഹബീബിലും വിശ്വസിക്കാതെ ചേറുബാധിച്ച് കിടക്കുന്ന എന്റെ കൽബ് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിസരം വൃത്തിയാക്കാൻ ഇത്രമാത്രം ഒരു വിശാലത ഈ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച അബൂ ഹനീഫ തങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ വൈകിപ്പോയല്ലോ. എന്റെ മനസ്സിപ്പോഴും അന്ധകാര നിബിഡമായി കിടക്കുകയല്ലേ. എന്റെ മനസ്സിന്റെ മാലിന്യം ഞാൻ ആദ്യം നീക്കട്ടെ, എന്നിട്ട് എന്റെ ചുമരിലെ മാലിന്യം നീക്കാമെന്ന ആ മനുഷ്യന്റെ മനസ്സ് തുറന്നു പറഞ്ഞെങ്കിൽ ഇതെത്രമാത്രം വലിയ വിശാലതയാണ്. വിശാല മനസ്കത കൊണ്ട് അവര് നേരിട്ടത് അങ്ങനെയാണ്, ജനങ്ങൾക്ക് ബോധനം നടത്തി കൊടുത്തത് അങ്ങനെയാണ്. ഓ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, ഫകൈഫ ശർഹു, മനസ്സിന്റെ വിശാലത, മാനസികമായി കിട്ടുന്ന വിശാലത എങ്ങനെയാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, ഏതെങ്കിലും ഒരു അടിമയെ കൊണ്ട് അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഖദഫ ഫീ ഖൽബിഹി അന്നൂർ,
അവന്റെ മനസ്സിൽ അല്ലാഹു തആല നൂറിട്ട് കൊടുക്കും, അവന്റെ മനസ്സിൽ അല്ലാഹു തആല വെളിച്ചമിട്ട് കൊടുക്കും. ഫംഫസഹ ലിദാലിക സദ്റുഹു, ആ നൂറ് സ്വീകരിക്കാൻ അവന്റെ മനസ്സ് പ്രവിശാലമാകും. അപ്പൊ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, ഹല്ലിദാലിക മിൻ ആയത്തിൻ യുറഫു ബിഹാ, അതിനറിയപ്പെടുന്ന വല്ല അടയാളവും ഉണ്ടോ? ശർഹ് സ്വദർ ലഭിച്ചിട്ടുണ്ട്, വിശാല മനസ്കത കിട്ടിയിട്ടുണ്ട് എന്നതിന് അറിയാൻ പറ്റുന്ന വല്ല അടയാളവും ഉണ്ടോ? തങ്ങൾ പറഞ്ഞു നാം ഉണ്ട്. എന്താണ് അതിന്റെ അടയാളം? അവിടുന്ന് പറഞ്ഞു അത്തജാഫി അൻദാരിൽ ഖുറൂർ വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ് വഹുസ്നുൽ ഇസ്തിഅദാദി ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. മൂന്നെണ്ണമാ പറഞ്ഞത്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മനസ്സ് വിശാലമായി കിട്ടണം. നമ്മുടെ മനസ്സിപ്പോഴും സങ്കുചിതത്വ താല്പര്യങ്ങളുമായി അത് പറ്റൂല, ഇത് പറ്റൂല, അയാളെ പറ്റൂല, ഇയാളെ പറ്റൂല, നമ്മളെ തന്നെ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് കുടുങ്ങിയിട്ട് ആരെയും പറ്റൂല. അതേ സമയത്ത് വൃത്തികേടുകളിലായി കഴിയുന്നവരെ മഹാന്മാര് കണ്ടാൽ അവരെന്താ ചിന്തിക്കുക? എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പെട്ടുപോയതായിരിക്കും. നമ്മളെന്താ ചിന്തിക്കുക? എങ്ങനെയാണ് പെട്ടുപോകാൻ പാടില്ലല്ലോ, എങ്ങനെയാണ് പെടല്? അല്ല, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ട് അയാൾ അങ്ങനെ ആയിപ്പോയതായിരിക്കും, അയാളൊന്ന് നന്നാക്കി അയാളെങ്ങനെ പെടല്, അങ്ങ് പെടാൻ പാടില്ലല്ലോ. നമ്മൾ അങ്ങോട്ടാ ചിന്തിക്കുക, അവരങ്ങനെയല്ല ചിന്തിക്കുക. എന്തോ ഒരു സബബ് കൊണ്ട് കുടുങ്ങിപ്പോയതായിരിക്കും, ഇയാളൊക്കെ ഒന്ന് പരിഷ്കരിച്ചെടുക്കാൻ പറ്റാതിരിക്കൂല, മനുഷ്യനല്ലേ, നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകും. എന്നിട്ട് ആ വൃത്തികേട് സ്വീകരിച്ച് നടക്കുന്ന ആളവർ സ്വീകരിക്കുന്നു, എന്നിട്ട് മാറ്റിത്തിരുത്തുന്നു, നന്നാക്കുന്നു, തീർത്തും നന്നാക്കും. അതിനൊന്നാമത്തെ അടയാളം അത്തജാഫി അൻദാരിൽ ഖുറൂർ, ഈ വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കലാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവ് ത്വലാഖ് ചൊല്ലി പോകണം ആഖിറത്തിലേക്ക് എന്നല്ല. ദുനിയാവിന് ഒരുപാട് വഞ്ചനാമുഖങ്ങളുണ്ട്, ഒന്നിലും പെട്ടുപോകരുത് സഹോദരാ. ദുനിയാവിന് വഞ്ചനാമുഖങ്ങളില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചനയിൽ പെടുത്താതിരിക്കട്ടെ. ഏതെങ്കിലും ആൾക്ക് ഏതെങ്കിലും അവിഹിത രൂപത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായ പുരോഗതി കാണുമ്പോഴേക്ക് എനിക്കും അങ്ങനെ കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് അവനെ പോലെ അതിൽ തലയിടാൻ പോയാൽ അവൻ കുടുങ്ങിയതുപോലെ നീയും കുടുങ്ങും, അവൻ പെട്ടതുപോലെ നീയും പെടും, അവൻ കുടുങ്ങിയതുപോലെ നീയും കുടുങ്ങും. പിന്നെ നന്നാകാൻ പറ്റൂല, പിന്നെ ആ കുടുക്കിൽ കഴിഞ്ഞിട്ട് നീ അങ്ങ് തകർന്നു പോകും. വഞ്ചനാമുഖങ്ങളിൽ പെട്ടുപോകരുത്. ദുനിയാവിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വളരെ വലിയ സൗകര്യവും വളരെ വലിയ ആഡംബരത്തിലൊക്കെയായി നടക്കുന്ന ശത്രുക്കളെ കാണുമ്പോൾ നബിയെ, തങ്ങൾ ദൃഷ്ടി അങ്ങോട്ട് തെറ്റിച്ചിട്ട് അവർക്കൊരുപാട് സുഖങ്ങൾ കൊടുത്തല്ലോ എന്ന് കരുതരുത്. മതാഉൻ ഖലീൽ, അത് വളരെ ചെറിയ ഒരു സുഖമാണ്. മതാഉൻ ഖലീൽ. ഫലാ യഗ്റുക തഖല്ലുബുഹും ഫിൽ ബിലാദ്, സത്യനിഷേധികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വിപ്ലവാത്മകമായ സ്വഭാവങ്ങളും ചിന്തകളും നിന്നെ വഞ്ചനയിൽ പെടുത്തിപ്പോകരുത്. ഇതൊക്കെയാണ് സുഖം എന്ന് നിന്നെ കണ്ടു മതിച്ചു പോകരുത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് നീ ചിന്തിച്ചു പോകരുത്. അത് വളരെ ചെറിയൊരു സുഖമാണ്. വലഹും അദാബുൻ അലീം, പിന്നവർക്ക് കിട്ടാനുള്ളത് വേദനിപ്പിക്കുന്ന ശിക്ഷയാണ്. ദുനിയാവിന്റെ വഞ്ചനാമുഖങ്ങളിൽ കുടുങ്ങരുത്. ദുനിയാവിന്റെ വഞ്ചനാമുഖമാണ് പലിശയെന്ന് പറയുന്ന മഹാമാരി. ചെറുതല്ലല്ലോ, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചൊരു വിഷയമല്ലേ, സാർവത്രികമായി പടർന്നു പിടിക്കുന്ന ഒന്നാണ്. ഉദാഹരണം എമ്പാടും നിരത്താനുണ്ട്. അള്ളാഹു അത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും യുദ്ധമുണ്ടെന്ന് നിങ്ങൾ അറിയണം. എന്താണ് ഈ ഹർബ്? അല്ലാഹു തആല നമ്മളോട് ശത്രുതാ മനോഭാവത്തിലും യുദ്ധത്തിലും അള്ളാഹു നയം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താ? അല്ലാഹു തആല വാളുകൊണ്ട് വന്നിട്ട് നമ്മുടെ പെരടി വെട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അല്ലാഹു തആല മറ്റാരും കാണാതൊരു സൈന്യത്തെ ഇറക്കിയിട്ട് നമ്മളങ്ങോട്ട് അവരുമായിട്ട് പടപൊരുതി തോൽപ്പിക്കുന്നു? അല്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അതിൻ്റെ അർത്ഥം യമൂതു അലാ സൂഇൽ ഖാത്തിമ, അന്ത്യം മോശമായിട്ട് അവൻ മരിച്ചു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആഖിബത്ത് കേടായിട്ട് മരിച്ചു പോകും. പിന്നെന്തിനായി ജീവിതമൊക്കെ? പിന്നെന്തിനായി അമലൊക്കെ? പിന്നെന്തിനാ നമ്മളെ മഹബത്തൊക്കെ? സ്വകാര്യമായിട്ട് നാട്ടാരും അറിയാതെ, ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഭാര്യ മക്കൾ അറിയാതെ, ഇഷ്ടം പോലെ പലിശക്ക് വാങ്ങിയിട്ട് അതിൻ്റെ സുഖത്തിലൂടെ നയിക്കുന്ന, അതിൻ്റെ സുഖത്തിൽ കയറിയിട്ട് വിരാജിക്കുന്ന ഒരു ചെറിയ സ്വഭാവം പോലും നമുക്കുണ്ടാകരുത്. പെട്ടുപോയവർ മാപ്പപേക്ഷിച്ച് തൗബ ചെയ്ത് മടങ്ങിയേക്കണം. ദുന്യാവിൻ്റെ വഞ്ചനാമുഖങ്ങൾ ഒന്നാണോ ഉള്ളത്? എത്രണ്ണമുണ്ട്? ചെറിയൊരു വഞ്ചന പോലും അനുവദിക്കാത്ത നേതാവല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന മാർക്കറ്റിലൂടെ തങ്ങൾ നടക്കുമ്പോൾ ഗോതമ്പ് വിൽപ്പനക്ക് വെച്ച സ്വഹാബിയുടെ ഗോതമ്പ് ചാക്കിൻ്റെ ഉള്ളിലേക്ക് തങ്ങൾ കൈയിട്ടു. ഉള്ളിൽ നിന്ന് കൈയൂരിയപ്പോൾ മുഴുവൻ ഭാഗവും നനഞ്ഞിരിക്കുന്നു. എന്താണ് ഈ നനവ് എന്ന് ചോദിച്ചു. ഇന്നലെ പെയ്ത മഴക്ക് നനഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. എന്താ മുകളിൽ നനവ് കാണാത്തത് എന്ന് ചോദിച്ചു. ആ നനഞ്ഞത് മുഴുവനും നനവോടുകൂടി ഇട്ടേക്കുക, ജനങ്ങളോട് കാരണം പറഞ്ഞേക്കുക, സിദ്ഖെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങേണ്ടത് ആളുകൾ വാങ്ങിപ്പോകൂലേ? എന്തിനിങ്ങനെ മറച്ചു വെക്കണം? നമ്മൾ ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ എത്രമാത്രമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ എത്രയാണ് വിഷാംശങ്ങൾ പിടികൂടപ്പെടുന്നത്. മനുഷ്യന്റെ മസ്തിഷ്കവും അവൻ്റെ ചോരയും അവൻ്റെ മാംസവും അവൻ്റെ ലിവറും അവൻ്റെ കരളുമൊക്കെ വീക്കാകുന്ന തരത്തിൽ വിഷാംശങ്ങൾ ചേർത്തിട്ട് ടേസ്റ്റ് കൊഴുപ്പിച്ചിട്ട് വലിയ വലിയ സംഖ്യക്ക് വിൽക്കുമ്പോൾ ഈ വിൽപ്പനക്കാരൻ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ലേ? ഒരു ദിവസം 10, 20, 40 ലക്ഷങ്ങൾ അവൻ കൊയ്തെടുക്കുന്നത് വഞ്ചനാമുഖത്തിലൂടെയല്ലേ? ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ കാര്യങ്ങളും വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേണ്ടതല്ലേ? അതുകൊണ്ട് ദുനിയാവിൻ്റെ ചതിയുടെ മുഖങ്ങളിൽ പെടരുത് സഹോദരങ്ങളെ. ലോട്ടറി വല്ലാത്തൊരു ചതിയാണ്. ലോട്ടറി വല്ലാത്തൊരു ചതിയാണ്. ഒരൊറ്റ മുസ്ലിമും അതിലേക്ക് കൈനീട്ടരുത്. ഭാഗ്യം പരീക്ഷിക്കാൻ എന്ന അർത്ഥത്തിൽ പോലും വാങ്ങിപ്പോകരുത്. കൂട്ടുകാരുടെ കൂട്ടം കൂടിയിട്ട് അവരെ കൂട്ടത്തിൽ പോലും ഒന്ന് നറുക്കെടുക്കരുത്. അഥവാ ആർക്കെങ്കിലും അങ്ങനെ അടിച്ചിട്ടതിൻ്റെ കഥ പറഞ്ഞ് ബാക്കിയുള്ളവരെ പറ്റിക്കരുത്. നഊദുബില്ലാഹ്. പഴയകാലത്തുണ്ടായതിൻ്റെ പുതിയ പതിപ്പാണിത് എന്ന് മനസ്സിലാക്കണം. ഇത് വേറെ ഒന്നാണെന്ന് ചിന്തിക്കരുത്. പുതിയ പതിപ്പാണ്. മുൻഗാമികളിലും ഇതുണ്ടായിട്ടുണ്ട്. ഖുർആൻ അതല്ലേ അത് കടുത്ത ഭാഷയിൽ അത് വിരോധിക്കാൻ വർജിക്കാൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യപാനവും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ തന്നെ പന്തയവും അതുപോലെ തന്നെ ലക്ഷണം നോക്കുന്ന നാട്ടകൾ സ്ഥാപിക്കലും റിജ്സും മിൻ അമലിശ് ശൈത്വാൻ, പിശാചിന്റെ പ്രവണതകളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് വർജിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി. അല്ലാഹു തആല നമ്മളോട് ഇത് ഉണർത്തുമ്പോ നിങ്ങൾ നോക്ക്, ഹലാലായ സമ്പത്ത് അതെത്ര വർദ്ധിപ്പിച്ചാലും വികസിപ്പിച്ചാലും ഇസ്ലാം അതിന് എതിരല്ല. അതേ സമയത്ത് ദുനിയാവിന് ഒരുപാട് വഞ്ചനാമുഖങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നേർക്ക് നോക്കിയിട്ട് നല്ല സീനത്തോടെ നല്ല ചൊറുക്കോടെ നിൽക്കും. അതിൽ പെട്ടുപോകുന്നവൻ കുടുങ്ങിയവനാണ്. പെടാത്ത പോകുന്നവനോ മനസ്സ് നന്നാക്കിയവനാണ്. അകന്ന് 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 കഴിയുന്നവനാണ്. അറിയാഞ്ഞിട്ടല്ല, പെരുപ്പിക്കാൻ കിട്ടുമെന്ന് തോന്നാഞ്ഞിട്ടല്ല, പക്ഷേ അത് വഞ്ചനയാണെന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ വഞ്ചനയുടെ മുഖങ്ങൾ മുഴുവനും അടച്ചത്. പഴയ കാലത്തുള്ള ലോട്ടറി എങ്ങനെയാണെന്ന് അറിയാം. അന്നൊരാട് ഒരു ഒട്ടകത്തെ വാങ്ങും. ഒട്ടകത്തെ വാങ്ങിയിട്ട് നറുക്കിടുമ്പോൾ എല്ലാവരിൽ നിന്നും ഒരേ കാശ് വാങ്ങും. ഇന്ന് വാങ്ങുന്ന കാശ് എല്ലാവരും 10 രൂപ തന്നെയാണല്ലോ. ഒരേ കാശ് വാങ്ങും. 10 ദിർഹം എല്ലാവരും വാങ്ങും.
പക്ഷെ പിന്നെ നറുക്കിടും. വാഹിദ്, ഇസ്നൈൻ, സലാസ, അർബ എന്നിട്ട് ഇങ്ങനെ നറുക്കിടും. വാഹിദ് എന്ന് അടിക്കുന്ന ആൾക്ക്, അത് കിട്ടുന്ന ആൾക്ക്, അയാൾ കൊടുത്ത് 10 രൂപ കേട്ടോ, 10 ദിർഹമാണ്. വാഹിദ് എന്ന് കിട്ടുന്ന ആൾക്ക് ആ ഒട്ടകത്തിന്റെ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ ഒരു 75 കിലോ ഇറച്ചി അയാൾ കൊണ്ടുപോകാം. ലോട്ടറി അത്. 2ാം നമ്പർ കിട്ടുന്ന ആൾക്ക് അത്ര കിട്ടൂല, കുറച്ചുകൂടി ഇങ്ങോട്ട് കുറയും, ഒരു 50 കിലോ. പിന്നെ 3ാമനോ അത് കുറച്ചുകൂടി കുറയും, ഒരു 30 ആവും. പിന്നെ 4ാമനോ അങ്ങനെ കുറച്ച് വരും. ലാസ്റ്റ് കിട്ടുന്ന ആൾക്ക് എല്ലൊക്കെ കൂടി വാരിക്കുട്ടിരാ കൊണ്ടുപോവാം. ഇതിന്റെ സ്വഭാവം ഒന്ന് മാറിയെന്നല്ലേ ഉള്ളൂ, രൂപഭാവങ്ങളൊന്നും മാറിയെന്നല്ലേ ഉള്ളൂ, ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നല്ലേ ഉള്ളൂ. സംഗതി ഒന്ന് തന്നെയാണ്.